നമസ്കാരം. കൊല്ലവർഷത്തിലെ 8ാമത്തെ മാസമാണ് മീനം. സൂര്യൻ മീനം രാശിയിൽ സഞ്ചരിക്കുന്ന കാലത്തെ മീനം രാശിയായി കണക്കാക്കി പോരുന്നു. ഇന്ത്യൻ സംവത്സരമായ ശകവർഷം തുടങ്ങുന്നത് മീനമാസത്തിലാണ്. ചാന്ദ്രവർഷം തുടങ്ങുന്നതും മീനമാസത്തിലാണ് എന്ന സവിശേഷതയുമുണ്ട്. 60 ചാന്ദ്ര സംവത്സരങ്ങളിൽ ഒന്നായ ശോഭകൃത് വർഷം മീനമാസത്തിലെ കറുത്തവാവിന് അവസാനിക്കുന്നതുമാകുന്നു. അടുത്ത ദിവസം മുതൽ, അതായത് വെളുത്ത പ്രഥമതിഥി മുതൽ ക്രോധി എന്നു പേരുള്ള വർഷം തുടങ്ങുന്നതുമാണ്. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി, ഞാറ്റുവേലകൾ മീനമാസത്തിൽ കടന്ന് വരുന്നുമുണ്ട്. വ്യാഴം മേടം രാശിയിൽ ഭരണി നക്ഷത്രത്തിൽ സഞ്ചരിക്കുകയുമാണ്. ശനി കുംഭം രാശിയിലുണ്ട്. മാസാവസാനം ചതയത്തിൽ നിന്നും പുരുരുട്ടാതിയിലേക്ക് പകരുന്നതുമാണ്. മീനം 5-ന് ഒരു മാസത്തിലധികം നീണ്ട ശനിയുടെ മൗഢ്യം അവസാനിക്കുകയുമാണ്. രാഹു മീനം രാശിയിൽ രേവതിയിലും കേതു കന്നി രാശിയിൽ അത്തത്തിലും തുടരുന്നതാകുന്നു. ഈ ഗ്രഹനിലയുടെ പശ്ചാത്തലത്തിൽ നോക്കുകയാണ് എങ്കിൽ ചില നക്ഷത്രക്കാർക്ക് ഈ മാസം മീനമാസത്തിൽ രാജയോഗവും ചില നക്ഷത്രക്കാർക്ക് ദോഷകരമായ ഫലങ്ങളും വന്ന് ചേരുന്ന സമയമാകുന്നു. ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. വിശേഷാൽ മാസാദ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ് സമയം എന്ന് തന്നെ പറയാം. സൂര്യനും രാഹുവും ബുധനും 12-ലും ശനിയും ചൊവ്വയും ശുക്രനും 11-ലും വ്യാഴം 2-ലും സഞ്ചരിക്കുകയാൽ നിങ്ങൾക്ക് അനുകൂലമായ സമയമാണ്. ദുർഘടമായ ദൗത്യങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരാം. എന്നാൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഭംഗിയായി പൂർത്തീകരിക്കുവാൻ സാധിക്കും. അവിചാരിതമായി തൊഴിൽപരമായ നേട്ടങ്ങൾ വന്നു ചേരും. ഈ സമയം തൊഴിലിൽ ഉയർച്ച നേടുക, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള സമയമാകുന്നു. അനുമതികൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. അനുമതി രേഖകൾ കൈവശം വന്നു ചേരും. കൂടാതെ സാമ്പത്തികപരമായി ഗുണകരമായ കാലം തന്നെയാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആദായം വളരെയധികം വർദ്ധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. പുതിയ ജോലികൾക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് അവസരം കൈവരിക്കുവാൻ സാധിക്കും എന്ന കാര്യവും ഓർക്കുക. സാമൂഹികമായ അംഗീകാരങ്ങൾ തേടിയെത്തും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം കിട്ടാക്കടം പോലും തിരികെ ലഭിക്കുന്ന അവസരമാണ് എന്ന് തന്നെ മനസ്സിലാക്കുക. തീർച്ചയായും നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ഊഹക്കച്ചവടം പോലും ഗുണകരമായി മാറുന്ന സമയമാണ് ഇത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച്, കുടുംബദേവതയെ പ്രാർത്ഥിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 11-ലും 12-ലും 3 ഗ്രഹങ്ങൾ വീതമുണ്ട്. വ്യാഴം ജന്മരാശിയിലാകുന്നു, ജന്മനക്ഷത്രത്തിലുമാണ്. അനുകൂലമായ സാഹചര്യങ്ങളാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. മുൻതൂക്കം ലഭിച്ചിരിക്കുന്ന സമയം തന്നെയാകുന്നു. തൊഴിലുമായി ബന്ധപ്പെട്ട് ഏർപ്പെട്ടിരിക്കുന്ന സകല ദുരിതങ്ങളും കഷ്ടതകളും ജീവിതത്തിൽ നിന്നും ഒഴിവാകും. ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കുന്നതായ സമയം എന്ന് തന്നെ പറയാം. പാഴ്ചെലവുകൾ കുറെയുണ്ട് എന്നത് വാസ്തവമാണ്. എന്നാൽ ധനപരമായി നിങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ധനം സമാഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വസ്തു വിൽപ്പനയിലുള്ള തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതാണ്. കൂടിയ ആലോചനകളിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കൂടി കടന്നു വരും എന്ന കാര്യം ഓർക്കുക. ഈ സമയം തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന കാര്യവും നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും എന്ന കാര്യവും ഓർക്കുക. ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോകുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മറ്റൊരു നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ്. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഈ സമയം അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം നിങ്ങൾക്ക്
പ്രധാനമായും തൊഴിലുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു. എന്നാൽ തൊഴിലിൽ വളരെയധികം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ടു പോകണം എന്ന കാര്യമാണ് നിങ്ങൾ ഓർക്കേണ്ടത്. സഹപ്രവർത്തകരുടെയും മറ്റ് വ്യക്തികളുടെയും അനുകൂലമായ കാര്യങ്ങൾ, അവർ നിങ്ങളെ പിന്തുണയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. ബിസിനസ് വിപുലീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പഠനം, തൊഴിൽ എന്നിവയുമായി ബന്ധപ്പെട്ട് അനുകൂലമാണ് സമയം. വിദേശ യാത്രകൾക്ക് പോലും സാധ്യത കൂടുതലാകുന്നു. ഈ സമയം സാമ്പത്തികപരമായി വളരെയധികം ഉയർച്ച വന്നു ചേരാം. ഈ സമയം ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കൂടി ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രോഹിണി നക്ഷത്രമാണ്. രോഹിണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ അനുകൂലമായ സമയമാണ് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. ഈ സമയം നിങ്ങൾക്ക് 11 സൂര്യരാഹു ബുധയോഗം വളരെ ശുഭകരമായ ഫലങ്ങൾ നൽകും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. തൊഴിൽപരമായ പരിശ്രമങ്ങൾ പാഴാകുന്നില്ല എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതാകുന്നു. അധികാരികളുമായി ബന്ധപ്പെട്ട് വളരെ ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരും. അപ്രീതി നീക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടയപ്പെട്ടിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ എത്തും. അതായത് നിങ്ങൾക്ക് പിന്തുണ ലഭിക്കും. കൂടാതെ പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല വ്യക്തികളുടെയും നേട്ടങ്ങൾ, അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം പകരും. അതേപോലെ തന്നെ പലരുടെയും പിന്തുണയാൽ നിങ്ങൾക്കും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ശത്രുക്കൾക്ക് മേൽ പോലും വിജയങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാരായി ബന്ധപ്പെട്ട് പരാമർശിക്കുകയാണ് എങ്കിൽ അല്പം ദുരിതത്തിലായിരുന്നു നിങ്ങൾ എന്നത് വാസ്തവമായ കാര്യമാണ്. ദുരിതങ്ങളും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എപ്പോഴും മനസ്സ് പ്രയാസപ്പെട്ടിരുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ അത്തരം കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും അകലുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരും. ഗുണകരമായ മാറ്റങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യം നിസ്സംശയം പറയാം. ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ട് ലാഭം വർദ്ധിക്കും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആഡംബരപരമായ വസ്തുക്കൾ നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്നു വരും. വില കൂടിയതും മോഹിച്ചതുമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. ആലസ്യം വഴിമാറുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം വെല്ലുവിളികൾ ഉയർത്തുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും. വിദ്യാർത്ഥികൾക്കും ഈ സമയം അനുകൂലമാണ് എന്ന കാര്യം ഈ നിമിഷം ഓർക്കേണ്ടതാകുന്നു. ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാണ് എന്ന കാര്യം ഓർക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ശുഭകരമായ മാറ്റങ്ങൾ വന്നു ചേരും. മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാകുന്നു. 10ാം ഭാവത്തിലെ ആദിത്യനും 9ലെ ശുക്രനും 11ലെ ഗുരുവും അനുകൂല ഫലദാതാക്കളായാണ് നിൽക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് വളരെ അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരും. നിരന്തരമായ പരിശ്രമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം വിജയങ്ങൾ നൽകും. തടസ്സങ്ങൾ ഒഴിവാക്കി വിജയം നേടുവാൻ സാധിക്കും. കർമ്മരംഗത്ത് നിങ്ങൾക്ക് വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു. തൊഴിൽപരമായി വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. ഒപ്പമുള്ളവർക്ക് പോലും വളരെയധികം നേട്ടങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ സാധിക്കും. ഈ സമയം അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് കാരണമാകുന്ന ചില കാര്യങ്ങൾ സംഭവിക്കാം. 9ൽ സ്ഥിതി ചെയ്യുന്ന ചൊവ്വ ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വരുത്താം. അതിനാൽ അത് മുൻകൂട്ടി കണ്ട് മുൻപോട്ട് പോവുക. യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ഈ സമയം വിദ്യാർത്ഥികൾക്ക് ഓർമ്മശക്തി വളരെയധികം മെച്ചപ്പെടുന്ന സമയമാകുന്നു. വിദ്യയിൽ വളരെയധികം ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങളും സംജാതമാകും എന്ന കാര്യം ഓർക്കുക. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലം തന്നെയാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. 6ാം ഭാവത്തിലെ സൂര്യരാഹു യോഗം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. സ്വന്തം താല്പര്യത്തിന് ഹാനി ഉണ്ടാകാത്ത വിധം പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. കച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഉപഭോക്താക്കളുമായി ബന്ധപ്പെട്ട് പ്രീതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതലാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്നു ചേരും. ചിട്ടി, ഇൻഷുറൻസ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം കൈകളിലേക്ക് വന്ന് ചേരാവുന്നതാണ്. ശുക്രന്റെ കുംഭം, മീനം രാശികളിലെ സഞ്ചാരത്താൽ
ഭാവനാശക്തി ഉയരുകയും ധനപരമായ നേട്ടങ്ങൾക്കും പല കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്നതിനും കാരണമാകാം. കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം വളരെ അനുകൂലമാണ്. ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. സാങ്കേതികപരമായ പല കാര്യങ്ങളും അതിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു ചേർന്നിരുന്ന തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് സമയം. വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം. ഈ സമയം കുടുംബത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ സമർത്ഥമായി തന്നെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായും പറയുവാൻ സാധിക്കുക. ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക, കുടുംബദേവതയെ ആരാധിച്ച് മുന്നോട്ടു പോവുക. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഏവർക്കും ഇത്തരത്തിലുള്ള ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. ഇനി പരാമർശിക്കാൻ പോകുന്നത് ദോഷകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നക്ഷത്രക്കാരെ കുറിച്ചാകുന്നു. ഇവരുടെ ജീവിതത്തിൽ പ്രത്യേകിച്ചും മീനമാസത്തിൽ അത്ര ശുഭകരമല്ലാത്ത കാര്യങ്ങൾ സംഭവിക്കാൻ സാധ്യത അല്പം കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. അതിൽ ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് പൂയം നക്ഷത്രമാണ്. പൂയ നക്ഷത്രക്കാർക്ക് 2 പാപഗ്രഹങ്ങൾ 8-ലും 2 പാപഗ്രഹങ്ങൾ 9-ലും സഞ്ചരിക്കുന്നു. അനുകൂലത തീരെ കുറവായ സമയമാണ് എന്ന് തന്നെ പറയാം. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. തൊഴിൽ രംഗത്ത് ഉണർവില്ലായ്മ നിങ്ങൾക്ക് പ്രകടമാകാം. അത് നിരാശപ്പെടുത്തുന്ന കാര്യമായി മാറും. ഉദ്യോഗം തേടുന്നവർക്ക് ശുഭകരമല്ല സമയം എന്ന് തന്നെ പറയാം. അവസാന നിമിഷം പല നഷ്ടങ്ങളും പല മാറ്റങ്ങളും വന്നു ചേരാം. ദൗത്യങ്ങൾ ഏറ്റെടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം. വാഗ്ദാന ലംഘനം നിങ്ങൾക്ക് വിഷമങ്ങൾ നൽകും. കൂടാതെ ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ടും തൊഴിലുമായി ബന്ധപ്പെട്ടും വളരെ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. കുടുംബവുമായി ബന്ധപ്പെട്ടും ചില തർക്കങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. എന്നാൽ ധനപരമായ നേട്ടങ്ങൾക്ക് അല്പം സാധ്യത കൂടുതലാണ് എന്ന കാര്യം ഓർക്കുക. ഈ നിമിഷം തീർച്ചയായും അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും തീർച്ചയായും ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. അതിനാൽ തന്നെ ഈ സമയം ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാണ്. ആയില്യ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രനാഥനായ ബുധന്റെ നീചാവസ്ഥയാലും മറ്റ് ഗ്രഹങ്ങളുടെ പ്രതികൂലതയാലും ആത്മശക്തി പരീക്ഷിക്കപ്പെടുന്ന സമയമാകുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കണം എന്നില്ല. ഉദ്യോഗസ്ഥർക്ക് സ്ഥലമാറ്റം പോലുള്ള കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ വന്നു ചേരാം. ദുർഘടമായ ദൗത്യങ്ങളിൽ പരാജയപ്പെടുവാൻ സാധ്യത കൂടുതലാകുന്നു. കരാറുകളുമായി ബന്ധപ്പെട്ട് കളവ് അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ കരാറുകളുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. കബളിപ്പിക്കപ്പെടുവാൻ സാധ്യത കൂടുതലാണ്. വിശ്വസ്തരായ സുഹൃത്തുക്കളിൽ നിന്നും ചില പ്രശ്നങ്ങൾ വന്നു ചേരാം. പിന്തുണ വിചാരിച്ച സമയത്ത് ലഭിക്കണം എന്നില്ല. ഏകാഗ്രത നഷ്ടപ്പെടാം. കലാകാരന്മാർക്ക് തടസ്സങ്ങളും മറ്റ് പ്രശ്നങ്ങളും ആരോഗ്യപരമായ പ്രശ്നങ്ങളും വന്നു ചേരാം. വിദേശവുമായി ബന്ധപ്പെട്ട് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ കൂടി വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ഇഷ്ടദേവതയെയും പരമശിവനെയും പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുന്നത് ഏറ്റവും ശുഭകരമാണ്. കാരണം അപകട സാധ്യത അല്പം കൂടുതലാകുന്നു. ഈ സമയം അപകടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന തിരിച്ചറിവോടെ മുന്നോട്ട് പോവുക. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വിജയത്തിന് വേണ്ട തിളക്കം ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം. പല വ്യക്തികളിൽ നിന്നും പരിഹാസം ഏൽക്കേണ്ടതായി വരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില ദുരിതങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നക്ഷത്രനാഥനായ ആദിത്യന് രാഹുയോഗം വരികയാൽ കള്ളം പറയാനോ വളഞ്ഞ വഴികൾ സ്വീകരിക്കുവാനോ സാധ്യത കൂടുതലാകുന്നു. അല്ലെങ്കിൽ നിർബന്ധിതരായി തീരും എന്ന കാര്യമാണ് ഓർക്കേണ്ടത്. ഈ സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ട യാത്രകൾ പല തടസ്സങ്ങളാൽ മാറിപ്പോവുകയോ അല്ലെങ്കിൽ വേണ്ട വിധം അത് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്ത അവസ്ഥയോ വന്നു ചേരാം. ഭൂമിയിൽ നിന്നും നാമമാത്രമായ ആദായം വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ഇത്. പൊതുവെ നോക്കുകയാണ് എങ്കിൽ അപകട സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. തീർച്ചയായും ഇഷ്ടദേവതാ ക്ഷേത്രത്തിലും കുടുംബക്ഷേത്രത്തിലും അതേപോലെ ശിവക്ഷേത്രത്തിലും ദർശനം നടത്തുന്നത് ശുഭകരമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയാണ് എങ്കിൽ തീർച്ചയായും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു.
അതല്ല എങ്കിൽ നിങ്ങൾക്ക് മൃത്യുഞ്ജയ മന്ത്രം നിത്യവും ജപിക്കുന്നതിലൂടെയും ഫലങ്ങൾ വന്നു ചേരാം. എന്നാൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുവാൻ പരമാവധി ശ്രമിക്കുക എന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് പ്രധാനമായും നക്ഷത്രനാഥനായ ബുധന് നീചാവസ്ഥയുണ്ട്. കൂടാതെ രാഹുയോഗവുമുണ്ട്. രാശിനാഥനായ ചൊവ്വയുടെ ശനിയോഗവും കൂടിയാകുമ്പോൾ തൃക്കേട്ട നാളുകാർക്ക് അനുകൂലമല്ലാത്ത പരിസ്ഥിതി സൃഷ്ടിക്കപ്പെടുവാൻ സാധ്യത കൂടുതലാകുന്നു. തിടുക്കപ്പെട്ട് പല തീരുമാനങ്ങൾ എടുക്കുകയും അത് തെറ്റിപ്പോയി എന്ന് വരാം. അതിനാൽ തന്നെ തിടുക്കത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുവാൻ പാടുള്ളതല്ല. പ്രശ്നപരിഹാരവുമായി ബന്ധപ്പെട്ട് വൈകാരികമായ ചില കാര്യങ്ങൾ അത്തരത്തിൽ തന്നെ സമീപിക്കുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. അത് പാളിപ്പോകുവാൻ സാധ്യത കൂടുതലാണ് എന്ന തിരിച്ചറിവും വേണം. സാമ്പത്തികപരമായ കാര്യങ്ങളിൽ സൂക്ഷ്മത വളരെയധികം വേണ്ട സമയമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം ക്രിയാത്മകമായ പല കാര്യങ്ങളും ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥയും വന്നു ചേരാം. കലാകാരന്മാർക്ക് പല അവസരങ്ങളും നിഷേധിക്കപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കോ സാധ്യത കൂടുതലാകുന്നു. ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിക്കുക. ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും രക്തപുഷ്പാഞ്ജലി വഴിപാട് നടത്തി പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായി തീരും എന്ന കാര്യവും ഓർക്കുക. മറ്റൊരു നക്ഷത്രം പൂരാട നക്ഷത്രമാണ്. പൂരാട നക്ഷത്രക്കാർക്ക് കർമ്മരംഗത്ത് പ്രതീക്ഷിച്ച രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കണം എന്നില്ല. ന്യായമായ രീതിയിൽ വളർച്ച പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നിരുന്നാലും പലവിധ പ്രശ്നങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കുടുംബത്തിൻ്റെ പിന്തുണ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ പിന്തുണ പല കാര്യങ്ങളിലും ലഭിക്കണം എന്നില്ല. ഉപരിപഠനവുമായി ബന്ധപ്പെട്ട് ചില തടസ്സങ്ങളുണ്ട്. എന്നാൽ അത് നീക്കുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. അപ്രത്യക്ഷമായ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ചെലവ് വന്നു ചേരുവാനും ധനനഷ്ടത്തിനും സാധ്യത കൂടുതലാകുന്നു. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് എങ്കിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. വാഹനം പോലെ തന്നെ ജലം, വൈദ്യുതി തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ശ്രദ്ധ നിങ്ങൾ പുലർത്തേണ്ടതാകുന്നു. ഈ സമയം നിങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും എന്ന കാര്യം നിസ്സംശയം പറയാം. അതിനാൽ തന്നെ ഈ സമയം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യം നിർബന്ധമായും ചെയ്യുക. കൂടാതെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും രക്തപുഷ്പാഞ്ജലി സ്വന്തം പേരിൽ നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്.